ശരിയാണ്. സ്വന്തമായിട്ട് കൃഷി നടത്തുമ്പോൾ കയ്യിൽ നിന്ന് 1,00,000 രൂപ നഷ്ടപ്പെടുന്ന രീതി കാണുന്നുണ്ട്. നോക്കാൻ ആളില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ അമിത കൂലികളൊക്കെ മേടിച്ച് അങ്ങനെ നഷ്ടമായപ്പോൾ പിന്നെ ഡീസൽ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവരാകുമ്പോൾ അവർ കാര്യക്ഷമമായി നോക്കുമല്ലോ. മറ്റേത് നമ്മൾ പുല്ല് വെട്ടുന്നവരും ട്രാക്ടറും പണിക്കാരൊക്കെ കൂടുതൽ രൂപകൾ വാങ്ങും അല്ലേ, ചെയ്യാത്ത പണിക്കൊക്കെ പൈസ. തൊഴിലാളികൾ വളരെ കൂടുതൽ മേടിക്കും പൈസ. അപ്പം ഓരോരോ സമയത്തും പൈസകൾ വർദ്ധിച്ചതായിട്ട് പറയും. നമുക്ക് സർക്കാരിൽ നിന്ന് ഒരു പൈസ പോലും അവർ വർദ്ധിപ്പിക്കാറില്ലല്ലോ, നെല്ലിൻ്റെ എന്ന് പറഞ്ഞിട്ടല്ലേ. ഇതിപ്പോൾ നമുക്ക് പണിക്ക് എല്ലാവരൊക്കെ പണിക്ക് ആളില്ല പറയും. ഞാൻ പണി ചെയ്യുന്ന സമയത്ത് എനിക്ക് 20 ആൾ 30 ആൾ 40 ആൾ 50 ആൾ പണിയും വരും. എന്തൊക്കെയാണെന്ന് അറിയാം, ഒടുപടുവ് നോക്കാൻ ആളില്ലല്ലോ. അപ്പോൾ വിശ്രമിക്കുന്ന രീതിയാണ് അവിടെ, തൊഴിലുറപ്പ് പോലെയായി. എത്ര ആളുണ്ട്, എത്ര ആൾ പണിയെന്ന് പറയും. ഇങ്ങനെ അതിനിടയിൽ കൂടെ ഒരു മൊബൈൽ അറ്റൻഡ് ചെയ്യും, അവർ ഫംഗ്ഷനൊക്കെ പോവുകയും ചെയ്യാനും സാധ്യതയുണ്ട്, നോക്കാൻ ആളില്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ യാത്ര ചെയ്യില്ല. അല്ലെങ്കിൽ ഞാൻ 75 മുതൽ വാഹനം ഉപയോഗിച്ചവനാണ്. ഏതാ, ബുള്ളറ്റ് ആണോ അതോ? ബുള്ളറ്റ് ഉണ്ടായിരുന്നു, SD ഉണ്ടായിരുന്നു. SD കോളേജിൽ പഠിച്ചതല്ലേ? കോളേജിലൊന്നും പഠിച്ചില്ല. ഞാൻ 10ാം ക്ലാസ്സോടെ പഠിപ്പ് നിർത്തി. കാരണം അച്ഛൻ്റെ ഫസ്റ്റ് അറ്റാക്ക് 68. അതോടെ പഠിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ 19 വർഷം ട്രീറ്റ്മെൻറ്റായി. പിന്നെ 19 വർഷം ട്രീറ്റ്മെൻറ്റായി. പിന്നെ ഈ കൃഷി നോക്കണ്ടേ. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ അപ്പോൾ ഇതിലിറങ്ങി. പക്ഷേ ഈ 10 വർഷമായിട്ട് കൃഷി ചെലവ് വളരെ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ രാസവളത്തിൻ്റെ സബ്സിഡി എടുത്ത് കളഞ്ഞതോടുകൂടിയിട്ട് നല്ലൊരു രൂപ. മാത്രമല്ല, തൊഴിലാളി പണി ചെയ്യില്ല, എല്ലാം തൊഴിലുറപ്പിന് പോകുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. അത് കാരണം നമ്മളിപ്പോൾ ഞാൻ പണിയെടുക്കുന്ന സമയത്ത് ഒരു 10 ആൾ പണി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ 100 ആളായാലും തീർക്കില്ല, ആ വർക്ക് തീരുന്നില്ല. പണ്ടൊക്കെ സ്വന്തമായിട്ട് അരിവാളൊക്കെ ഉപയോഗിച്ച് കൊയ്ത ഒരു ഇതല്ലേ അല്ലേ. ഞാൻ ഈ 10-12 ഏക്കർ ഞാൻ ഒറ്റയ്ക്ക് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 10-50 ആളാണെങ്കിൽ 100 ആളാണെങ്കിൽ ഞാൻ പണിക്ക് നിർത്തും. ഒരു 4 മണി കഴിഞ്ഞ് അവർക്ക് പോകണം. അതുപോലെ രാവിലെ 8:45 ആകുമ്പോഴേക്കേ വരുള്ളൂ. അങ്ങനെ വന്നാലും എന്ത് പണി ചെയ്യണേ, ആത്മാർത്ഥത ഇല്ലാത്തൊരു സ്ഥിതിയാണ്. വന്ന അങ്ങനെ വട്ടത്തിൽ ഒരു 10 മണിയാകുമ്പോഴേക്ക് ചായയായി. അതൊരു മണിക്കൂർ പോയി. 12 മണി തന്നെ ഉണ്ണാൻ പോയി. പിന്നെ ഒരു 1:30-2 മണിയാകുമ്പോൾ മെല്ലെ വരും. 3 ബസ് പോകുന്ന വീട്ടിലേക്ക് പോകും. ഇങ്ങനെയൊന്നും കൃഷി വിജയിക്കില്ല. തമിഴ്നാട്, ആന്ധ്ര ഞാൻ പാട്ടത്തിന് കൊടുത്തതായതുകൊണ്ട് അവർ സ്വന്തം ചതയ്ക്ക് അവർക്ക് സ്വന്തമായിട്ട് ട്രാക്ടർ വരെ ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെ അല്ല, ട്രാക്ടറില്ല, അവൻ പണിക്ക് പോണവനാണ്. അപ്പം അച്ഛൻ എന്തായാലും ഈ മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കഴിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അച്ഛൻ അതീവ ശ്രദ്ധയാണ്. അത്രയും വർഷം 3 നേരം ഇൻസുലിൻ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. 610 ഷുഗർ എത്തിയിട്ട് ഷുഗറിനെ പുട്ടപ്പെടുത്തി നോക്കില്ല. ഷുഗറിന് അങ്ങനെ നോക്കില്ല. ജനറൽ മെഡിസിൻസ് അവിടെ ഹാർട്ട്, കിഡ്നി, ബോൺ, കണ്ണ് ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആമ്പ്രാമ്പാളം ആൽവ ആസ്പത്രിയിലാണ് ഈ ഷുഗറിനെ നോക്കുന്നത്. അവിടെ ഡയാലിസിസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ എവിടെ? അമ്പ്രാമ്പാളയത്തിലുണ്ട്. അമ്പ്രാമ്പാളത്ത് ആൽവ ആസ്പത്രിയിലില്ല. ആൽവയിൽ കാണുന്നു ഡയാലിസിസ് എന്നൊക്കെ കാണുന്നു. വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ചാർജസ് ഒക്കെ എങ്ങനെ? ചാർജൊക്കെ വളരെ കുറവാണ്. ചാർജസ് കുറവാണോ? ആൽവ എന്ന് വെച്ചാൽ ആരുടെ, ഗവൺമെൻറ്റാ? അല്ല, പ്രൈവറ്റ് ആണല്ലേ. നമുക്ക് പോയി വരാൻ എളുപ്പമുണ്ടോ? അയാളുടെയാണ് ഡോക്ടർ വസന്ത് ആൽവ. അയാളുടെയാണ്. ജെൻസ് ആണോ ലേഡീസ് ആണോ വസന്ത് ആൽവ എന്ന് പറയുന്നത്? ജെൻസ്. അയാളുടെ അച്ഛൻ ആനമലയിൽ, അവിടെ ഒരു ഹോസ്പിറ്റൽ, ഇയാളും താമസം ആനമലയിൽ. അപ്പോൾ രാവിലെ എനിക്ക് അവിടുത്തെ ഇതൊക്കെ നോക്കിയിട്ടാണ്, അച്ഛൻ്റെ കയ്യിൽ അവിടെയൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ വരുന്നത്. ഇയാളുടെ കീഴിലൊരു ജൂനിയർമാരൊരു 4-5 ഡോക്ടർമാരുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. അപ്പോൾ ലങ്സിന്റെ പരിശോധന പുട്ടപ്പർത്തി ചെയ്തു, ഇവിടെ ചെയ്തോ? പുട്ടപ്പർത്തിയിൽ അതൊക്കെ ഞാൻ പുട്ടപ്പർത്തി ചെയ്തതാണ്. ഹൈ ക്ലാസ് മെഡിസിൻ അല്ലേ? അവിടെ ആകുമ്പോൾ ഒരേ സെക്ഷൻ പോയിട്ടില്ല പുട്ടപ്പർത്തി? ഇല്ല, ഞാൻ പോയിട്ടില്ല. വൈറ്റ് ഫീൽഡ് മാത്രമേ. ഒരേ ടൈമിൽ 10 റൂമിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഹാർട്ടിൻ്റെ മാത്രം. അതേമാതിരി കിഡ്നിയുടെ അത്രയും. അതും വളരെ അർജൻറ്റായവർ പെട്ടെന്ന് ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യും. എല്ലാം ഫ്രീ. പിന്നെ ബാബയ്ക്ക് ഒരു സ്പെഷ്യൽ വാനിൽ ICUവിൻ്റെ ഉള്ളിലേക്കൊക്കെ വരാനുള്ള അറേഞ്ച്മെൻറ്റും ഉണ്ട് അല്ലേ? അവിടെ രോഗികളെ കാണാനും ആശീർവദിക്കാൻ. ICUവിൽ പറഞ്ഞാൽ നമ്മളെ അവർ ടൈം തന്നിട്ടുണ്ട്, 3 to 4. ആ സമയത്ത് രോഗികളുടെ കൂടെ ഉള്ളവർക്ക് പ്രവേശനമുള്ളൂ. പിന്നെ എനിക്ക് 24 hours ഒരാളിനെ കിട്ടും. കാരണം ഫുഡും അവർ തന്നെ തരില്ലേ? ഈ ചന്ദ്രേട്ടൻ്റെ ബ്രദർ അവിടെ ഒരു ഓപ്പറേഷൻ ചെയ്തായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു ഉച്ചയ്ക്ക് അവർക്ക് മാങ്ങയുടെ ഒരു ഇതൊക്കെ കൊടുത്തു പറഞ്ഞു, മാങ്ങയുടെ പൾപ്പ് കഴിക്കാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് ഷുഗർ ഒട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചിലവ് വരികയാണ്.
ഫ്രീ ആയിട്ട് ഫുഡ് ഉൾപ്പെടെ ഡയറ്റും അവർ തരും, അതേപോലെ മെഡിസിൻ മറ്റെന്താ വെച്ചാൽ. സമയത്തിന് നമ്മുടെ ടേബിൾ. പക്ഷെ എങ്ങനെയാണ് നമ്മൾ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണോ? അഡ്മിഷൻ കിട്ടാൻ പാടെന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് ഉള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ പേപ്പറും കൊണ്ട് പോകണം. അവിടെ പോയി അത് വെറുതെ വായിച്ച് നോക്കുകയുള്ളൂ, അല്ലാണ്ട് അതിലൊന്നും ചെയ്യില്ല. അവർ ആദ്യം എല്ലാം ചെയ്യും, അതൊക്കെ മുഴുവൻ ആദ്യം അവിടെ നിന്ന് ചെയ്യും. പക്ഷെ ആ ചെയ്യുന്നതിനൊന്നും 10 പൈസ ചിലവില്ല. ഇപ്പം ലങ്സിനെ ബാധിച്ച എന്താ മാർഗം ഇതിനെന്താ? ഇപ്പോൾ ഈ കിതപ്പ് കൂടുതൽ അല്ല, ലങ്സിനെ ബാധിച്ചു പറഞ്ഞാൽ സെറാഫ്ലോ പറഞ്ഞൊരു ടാബ്ലറ്റ് വലിക്കാൻ 2 നേരം, പിന്നെ ഡെർഫിനിൽ ഒരു 300 cc അത് കഴിക്കാനുണ്ട്, പിന്നെ ട്യൂട്ടാസ് ടി, റെമിസ്റ്റാർ MHX 550 ഇതിൽ കുറേ ഗുളികകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും കിഡ്നിയെ ബാധിക്കില്ലല്ലോ അല്ലേ? അല്ല, ഇനി ബാധിക്കില്ല. ഇനി ബാധിക്കാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കൊണ്ട് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഈ മരുന്ന് വേണം. മാത്രമല്ല ഈ മറ്റേ നെഫ്രോടോക്സിക് ആയിരിക്കില്ല ഈ മരുന്നുകൾ, ഡോക്ടർ നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചാണല്ലോ സജസ്റ്റ് പിന്നെ ചെയ്യുന്നത്. അതേമാതിരി എന്താണ് ആസ്റ്റോർ പറഞ്ഞിട്ടൊരു 75 ഗുളികയുണ്ട്. അത് പ്രിവെൻ്റാണ്, അതിനെ തടയാനാണ് ഏത് അസുഖം വരികയാണെങ്കിൽ. പിന്നെ ബോഡിയിൽ ഇപ്പോൾ കൊഴുപ്പുകളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, കാരണം 25 വർഷമായിട്ട് റൈസ് ഐറ്റംസ് കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടും അല്ലേ, അപ്പോൾ അത്രയും ശ്രദ്ധയായതുകൊണ്ട് ഫാറ്റും ഉണ്ടാവില്ല, എല്ലാം മെഡിസിൻ കൺട്രോളിൽ പോകുന്നുണ്ട്. ഈ ഷുഗറാണ് ഇപ്പോൾ അടിക്കടി കൂടുതൽ കുറയും ചെയ്യുന്നത്. അത് പക്ഷേ ഇതൊക്കെ കഴിക്കാണ്ട് പോലും ഇങ്ങനെ കൂടുക കുറേ ചെയ്യുന്നത്. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ടെൻഷൻ്റെ ഉണ്ടാവൂലേ? ഈ മെയിൻ ടെൻഷൻ തന്നെ. അല്ല, ഞാൻ കൊളസ്ട്രോളിൻ്റെ 2 കൊളസ്ട്രോൾ ഉണ്ട്. ആദ്യം ഡോക്ടറെ അടുത്ത് പോയി BP ചെക്ക് ചെയ്താൽ ഫസ്റ്റ് ഒരു പെട്ടെന്ന് കൂടുന്ന പോലെ കാണും, പിന്നെ കുറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്ന് ഫസ്റ്റ് ടെൻഷൻ ആകുമ്പോൾ ഒരു കൊളസ്ട്രോളാണ് അങ്ങനെ പറയുന്നുണ്ട്. 2 അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടെൻഷൻ വരുമ്പോൾ കൂടും, ലോ BP അത് 2 എണ്ണം ഉണ്ട്. ഞാൻ BP റെമിസ്റ്റാർ H5. അപ്പോൾ BP നമ്മൾ ഫസ്റ്റ് നമ്മൾ നഴ്സുമാരെ നോക്കും, അപ്പോൾ വളരെ കൂടുതലായിരിക്കും. പിന്നെ ഡോക്ടറെ അടുത്ത് പോയി നോക്കുമ്പോൾ ചിലപ്പോൾ കുറയും അങ്ങനെ. അപ്പോൾ ഇത് കഴിക്കാൻ തുടങ്ങിയിട്ട് ഞാനൊരു 30 വർഷമായി. അതിൻ്റെ കൺട്രോളിൽ പോവുക. ഈ BP ഒരു 6 മാസം മുമ്പ് പെട്ടെന്ന് ഡൗൺ ആയി. അല്ല, അപ്പം മോന് ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് നമുക്ക് അച്ഛന് സ്റ്റാർ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഇത് എടുത്തിട്ട് അങ്ങനെ കവറേജ് കിട്ടില്ല അല്ലേ? അപ്പോൾ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലേ? അതാണ് വെച്ചാൽ നമുക്ക് എടുക്കാമല്ലോ, സ്റ്റാർ ഹെൽത്ത് എടുത്തിട്ട് ടാക്സിന് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ